നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിൽ മെച്ചപ്പെട്ട ജീവിതം തേടുന്ന കുടുംബങ്ങളെ മൻഷത്ത് കടത്തിനിരയാക്കി പണം സമ്പാദിക്കാൻ ശ്രമിച്ച 2 പേർക്ക് ശിക്ഷ വിധിച്ചു. ഇന്ത്യൻ കുടുംബത്തിന്റെ മരണത്തിനിടയാക്കിയ മനുഷ്യക്കടത്ത് കേസിൽ ഇന്ത്യൻ വംശജനായ ഹർഷ് കുമാർ രാമൻ ലാൽ പട്ടേൽ 29 വയസ്സാണ്, ഫ്ലോറിഡയിൽ നിന്നുള്ള സ്റ്റീവ് ആന്റണി ഷാൻഡിൽ 50 വയസ്സ് എന്നിവർക്കാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. വ്യാജ വിദ്യാർത്ഥി വിസയിൽ ഇന്ത്യൻ പൗരന്മാരെ കാനഡയിലേക്ക് എത്തിച്ച് പിന്നീട് യുഎസിലേക്ക് കടത്തിയ മനുഷ്യക്കടത്ത് ശൃംഖലയിൽ 20 കുറ്റക്കാരാണെന്ന് ജൂറി കണ്ടെത്തി. ഹർഷ് കുമാർ പട്ടേലിന് 10 വർഷവും കൂട്ടുപ്രതിയായ സ്റ്റീവ് ആന്റണിക്ക് 6 വർഷവുമാണ് തടവ്. 2022 ജനുവരി 19-നാണ് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് ഇന്ത്യൻ കുടുംബത്തെ US കാനഡ അതിർത്തിക്ക് സമീപം കനത്ത മഞ്ഞിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്വദേശികളായ ജഗദീഷ് ബൽദേവ് ഭായ് പട്ടേൽ 39 വയസ്സ്, വൈശാലിബെൻ ജഗദീഷ് കുമാർ പട്ടേൽ 37 വയസ്സായിരുന്നു. വിഹാംഗി 11, ധാർമിക് 3 എന്നിവരെയാണ് US കാനഡ അതിർത്തിയിൽ നിന്ന് 12 മീറ്റർ അകലെയുള്ള മാനിറ്റോബയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഠിനമായ ശൈത്യത്തെ തുടർന്ന് ഇവർ തണുത്തു മരവിച്ചു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. ജഗദീഷ് തന്റെ 3 വയസ്സുകാരനായ മകൻ ധാർമികിനെ പുതപ്പിൽ പൊതിഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്നു. മരണത്തിന് 2 ആഴ്ച മുൻപാണ് ഇന്ത്യൻ കുടുംബം സന്ദർശക വിസയിൽ കാനഡയിൽ എത്തിയത്. 2022 ജനുവരി 19-ന് തന്നെ രേഖകളില്ലാത്ത 2 ഇന്ത്യൻ പൗരന്മാരെ വാഹനത്തിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ചതിന് യുഎസുകാരായ സ്റ്റീവ് ഷാൻഡ് എന്നയാളെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മിനസോഡയിലെ മഞ്ഞുവീഴ്ചയിൽ സ്റ്റീവിന്റെ വാൻ കുടുങ്ങിക്കിടക്കുന്നതായി US ബോർഡർ പട്രോൾ ഏജന്റ് കണ്ടെത്തുകയായിരുന്നു. തനിക്കൊപ്പം മറ്റാരുമില്ലെന്ന് സ്റ്റീവ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത പ്രദേശത്തു നിന്നും 5 പേരെ കണ്ടെത്തുകയായിരുന്നു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് രേഖകളില്ലാത്ത 5 ഇന്ത്യൻ പൗരന്മാരെ US പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ ഇന്ത്യൻ കുടുംബം ഉണ്ടായിരുന്നില്ല. പട്ടേലും ഷാൻഡും ഇന്ത്യയിൽ നിന്നുള്ള വ്യാജ വിദ്യാർത്ഥി വിസയിൽ കാനഡയിൽ എത്തിക്കുകയും അവിടെ നിന്നും വാനിലൂടെ US-ലേക്ക് കടത്തുകയും ചെയ്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നുവെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ഹർഷ് കുമാർ പട്ടേലിന് 10 വർഷം തടവും സ്റ്റീവ് ആന്റണിക്ക് 6 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത്. ഗുജറാത്ത് സ്വദേശികളായ ജഗദീഷ് പട്ടേൽ, ഭാര്യ വൈശാലി ബെൻ, മക്കളായ വിഹാംഗി, ധാർമിക് എന്നിവരാണ് കാനഡയിൽ നിന്ന് US-ലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ തണുത്തു മരവിച്ച് മരണത്തിന് കീഴടങ്ങിയത്. പ്രതികളായ ഹർഷ് കുമാർ പട്ടേലും സ്റ്റീവ് ആന്റണിയും 11 ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാൽനടയായി കടത്താൻ ശ്രമിച്ചത്. -37.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഈ സമയം മേഖലയിലെ താപനില. US കാനഡ അതിർത്തിയിൽ നിന്ന് 12 മീറ്റർ മാത്രം അകലെയുള്ള മാനിറ്റോബയിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഠിനമായ ശൈത്യത്തെ തുടർന്ന് ഇവർ തണുത്തു മരവിച്ചതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത്. മനുഷ്യക്കടത്തിന്റെ അപകടങ്ങൾ അടിവരയിടുന്ന ഒരു സുപ്രധാന വിധിയായിരുന്നു ഇത്. 2022 ജനുവരി US കാനഡ അതിർത്തിയിൽ 4-അംഗ ഗുജറാത്തി കുടുംബത്തിന്റെ മരണത്തിലേക്ക് നയിച്ച മാരകമായ മനുഷ്യക്കടത്ത് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തതിന് ഇന്ത്യൻ വംശജനായ 29-കാരനായ ഹർഷ് കുമാർ രാമൻ ലാൽ പട്ടേലിന് US കോടതി 10 വർഷവും 1 മാസ തടവ് ശിക്ഷയും വിധിക്കുകയായിരുന്നു. മിനസോട്ടയിൽ കേസ് പരിഗണിച്ച US ജില്ലാ ജഡ്ജി ജോൺ ടർഹൈം പട്ടേലിന്റെ കൂട്ടാളികളായ സ്റ്റീവ് ആന്റണി ഹർഷലിനെ ഇതേ കേസിൽ 6 വർഷവും 6 മാസം തടവിനും ശിക്ഷിച്ചു.